നമ്മൾ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും പിന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കും പോവാന്ന് വെച്ചിട്ടാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അന്നപൂർണയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇഡ്ഡലി ഒക്കെ വന്നു ഗൈസ്. എല്ലാവരും ഇഡ്ഡലിയാണ് പറഞ്ഞത് രാവിലെ. പൂരി ഇഡ്ഡലി ആയിരുന്നു ഉണ്ടായിരുന്നു. സോ ഇഡ്ഡലി പറഞ്ഞു എല്ലാവരും. ചായ കോഫി എല്ലാം അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി തിരിച്ചെത്തിയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് ലഗേജൊക്കെ ആക്കി ഇനി ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. ലഗേജൊക്കെ ആക്കിയിട്ട് പോവാം. അപ്പം നമ്മൾ ആറ്റുകാൽ അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. നാരങ്ങ കൊണ്ട് വിളക്കിങ്ങനെ നാരങ്ങ പൊളിച്ചിട്ട് വിളക്കെന്തോ ആക്കാനായിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. കുറേ എണ്ണം വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെയിലത്ത്. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇത് വഴിപാടിൻ്റെ സ്ഥലം. ഇവിടെ നാരങ്ങയുടെ മാലയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ വിളക്കുകൾ. അതെ നാരങ്ങ ഇങ്ങനെ വിളക്ക് പോലെ ആക്കിയിട്ട് അത് ഇതിലിങ്ങനെ വെക്കുക, വിളക്കിലിങ്ങനെ വെക്കുക. ആറ്റുകാൽ അമ്പലത്തിൽ നിന്ന് നേരെ ശംഖുമുഖത്തോട്ട് വന്നു. ശംഖുമുഖം ബീച്ച്. ഇവിടെ കാറ് പാർക്ക് ചെയ്യാം. This sculpture, which took 2 years to complete, was created by Kanai Kunyiraman for Kerala Tourism in 1992. Length 105 feet, height 25 feet. നമ്മളിവിടെ ഒരു പാർക്കുണ്ട്, കൊച്ചുവേളി എന്ന് പറയുന്നത്. കൊച്ചുവേളിയാണോ വേളിയാണോ എന്നറിയില്ല. ടൂറിസ്റ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അവിടെ കായലും കടലും കൂടി ഒന്നാവുന്ന ഒരു സ്ഥലമാണ്. സോ അവിടേക്ക് വന്നിരിക്കുകയാണ് നമ്മളിവിടെ. ഒരു പാർക്കൊക്കെ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ. ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ ഉള്ളിലോട്ട് പോവാം. ഓക്കേ.
ഇപ്പുറത്തെ സൈഡും പാർക്കുണ്ട്, അതേപോലെ ഈ സൈഡും പാർക്കുണ്ട്. അവിടെ ബോട്ട് ക്ലബ് ആൻഡ് വാട്ടർ സ്പോർട്സ്. അപ്പോൾ സ്പീഡ് ബോട്ടിനൊക്കെ എത്ര രൂപയാവുന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോവാണ് അവരവിടെ. ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. ഓന്നോ, ടോയ് ട്രെയിനൊക്കെ ഉണ്ട് ഗൈസ്. വേലി മിനിയേച്ചർ റെയിൽവേ. അകത്ത് വന്ന് നമ്മൾ വലിയ ശംഖിൻ്റെ സ്റ്റാച്യു കണ്ടു. ഇത് ഒരു 10-18 വർഷം മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. ഒരു വലിയ ശംഖും 2 ചെറിയ ശംഖും. ഇതാണ് ശംഖുമുഖം. നമ്മൾ ബീച്ചിൽ ഇറങ്ങിയില്ല. കന്യാകുമാരി 85, വിഴിഞ്ഞം 13, കോവളം ടച്ചാൽ കുഴിയ. സിക്സ് ലൈൻ റോഡാണ് ഇത്, സർവീസ് റോഡ്. അടിപൊളി. ആഴിമല ശിവൻ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കടൽ ഒക്കെ കാണാം. കടൽ, മരം, അമ്പലം, ശിവൻ്റെ സ്റ്റാച്യു ഒക്കെ കാണാം നമുക്കവിടെ നിന്ന്. ഈ റോഡ് ഭയങ്കര സ്റ്റീപ്പാണ്, താഴേക്ക് ഇങ്ങനെ കുത്തനെ താഴേക്കാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഇവിടെ ഒരു 20 റുപ്പീസാണ് കാറിന് പാർക്കിംഗ് ഫീ. പറഞ്ഞോ. വെൽക്കം ടു ആഴിമല ടെമ്പിൾ.
എൻട്രി ടിക്കറ്റ് പെർ ഹെഡ് 100 റുപ്പീസാണ്. ഇതാണ് കേവ് ടെമ്പിൾ. സോ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് പോകണം. ഫൈനലി നമ്മൾ ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് താഴേക്ക് പോകും. ശരി, താഴെ കടലിലോട്ട് പോവാം. ഇവിടെ ഒരു സെൽഫ് സർവീസ് കഫറ്റീരിയ പോലെ ഉണ്ട്. ഇത് ഈ വഴിയാണ് നമ്മൾ താഴേക്ക് പോവുക. വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി ഗൈസ്. വെയിൽ പോയി കുറഞ്ഞില്ല. ഇനിയിപ്പോൾ കളിക്കാൻ വലിയ കുഴപ്പമില്ല. ഞാൻ കാല് കഴുകാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എത്ര എനിക്കൊന്ന് കണ്ടറിയാം. ഇതിപ്പോൾ എത്ര റൗണ്ടാണ്? എത്ര രൂപയാണോ പോലെ? ഞങ്ങൾ താഴെ ഇറങ്ങി വരുമ്പോഴേക്കും ഇവർ ഇതിൽ കയറി ഓടിക്കുന്നതാണ് ഗൈസ് ഞങ്ങൾ കാണുന്നത്. ഓ, കാണുന്നുണ്ട്. വിളിച്ചുണ്ട്. ആ, ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. ഇത് ഓടിക്കാൻ ഒരു റൗണ്ടിന് 100 രൂപയാണ്. നമ്മൾ 4 റൗണ്ട് പോയി. ഇനി കുറച്ച് നേരം കടലിലൊക്കെ കളിക്കാം. ഇവിടെ നല്ല ആഴമുള്ളതുകൊണ്ട് നമുക്കിവിടെ കളിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ലൈഫ് ഗാർഡ് അവർ വന്നിട്ട് പറഞ്ഞു നല്ല ആഴമുള്ളതാണ്. ചിലപ്പോൾ ഈ തിരമാലകൾ ആദ്യം ചെറുതാണെങ്കിലും പിന്നെ ചിലപ്പോൾ നല്ല വലുതൊക്കെ വന്നിട്ട് പ്രശ്നമാകും. എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടിയെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ആണ്. ഇനി ഹോഴ്സ് റൈഡിങ് ആണ് ഗൈസ്. അമ്മയ്ക്ക് കയറണ ചോദിക്കി. കഴിക്കാൻ കുറച്ച് വാട്ടർമെലണോ അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ചു പോകുന്നു. തുറമുഖത്ത് നിന്ന് കപ്പൽ പോവാണ് ഗൈസ്. മൂവ് ചെയ്യുന്നത് അറിയുന്നുണ്ടോ? ഇതായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ നമ്മളെ അങ്ങോട്ട് വിടില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെയും തിരിച്ചു NH66 കയറാൻ പോവാണ്. പക്ഷെ അപ്പോഴേക്കും ഇവിടെ JCB കൊണ്ടൊന്നും കല്ലും മണ്ണൊക്കെ ഇടുന്നുണ്ട്. ഇപ്പം കന്യാകുമാരി 74, നാഗർകോയിൽ 53, കരോട് 20. നമ്മളിനി എവിടെ പോകുമ്പോൾ അടുത്ത് മാർത്താണ്ഡം ആണ് നമ്മളിനി പോകാൻ പോകുന്നത്. നാളെ മോർണിംഗ് മാർത്താണ്ഡം പാലസ് കാണാനാണ് നമ്മൾ പോകുന്നത്. സോ അവിടെ എവിടെയെങ്കിലും അടുത്ത് റൂം എടുക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ റോഡ് വർക്കിൻ്റെ അവിടെ നിന്ന് നമ്മളെ വിട്ടു.